ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടൂറിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടിയിലുള്ള വരെ കാഴ്ചകളാണ് കണ്ടിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഊട്ടിയിൽ നിന്നും മൈസൂറേക്ക് പോകുവാണിന്ന്. അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് നേരെ പോയി കണ്ടിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പോയി വീഡിയോ കണ്ടിട്ട് വരാം. ഞങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. കാരണം പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഇച്ചിരി ഒന്ന് 10 മണിയൊക്കെ ആയാലും അവിടെ തുറക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് 6 മണി ആയപ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം റെഡിയായി. അത് കഴിഞ്ഞിട്ടാണ് ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളെടുത്ത 2 ഡബിൾ റൂമാണ് നമ്മളെടുത്തത്. 2 കട്ടിലും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു റൂമായിരുന്നു. എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഒരുങ്ങി. അപ്പം നമുക്ക് ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ടല്ല, ഇത് പാർക്കിങ്ങിൻ്റെ ഭാഗമാണ് അവിടെ. അത് ഞങ്ങളുടെ വണ്ടിയിലൂടെ നമ്മുടെ സാധനങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇട്ട ഡ്രസ്സും കാര്യങ്ങളും ബാഗും എല്ലാം കയറ്റി അങ്ങനെ ഞങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പതുക്കെ യാത്ര തുടരാം. ഞങ്ങൾ മൈസൂർ റോഡാണ്. ഞങ്ങൾ അവിടുന്ന് 10 കിലോമീറ്ററോട്ടുള്ള റോഡിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മൈസൂർ റോഡാണിത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്താണ്. ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടർന്നു. ഞങ്ങൾ പോരുന്ന വഴി എല്ലാ കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല വ്യൂ ആണ്. 2 സൈഡിലും മരങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റിനകത്തോടുള്ള യാത്രയായിരുന്നു കുറേ ദൂരം. അപ്പോൾ പിന്നെ നമുക്കിനി പോയി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഞങ്ങളിത് അടുത്തടുത്ത് നിർത്തിയിട്ടുണ്ട്. അടുത്തടുത്ത് തന്നെ ഞങ്ങൾ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്തിയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തണുപ്പാണ്. ഊട്ടി കഴിഞ്ഞിട്ടില്ല, അവിടെയൊക്കെ നല്ല തണുപ്പാണ്. അവിടുന്ന് കുറേ ദൂരം അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരിക്കേണ്ട വന്നു. കാരണം അവരത് തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ ടൂറിസ്റ്റ് വന്നിട്ടുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ചെടിയൊക്കെ പറിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ പോകുന്നു. പക്ഷേ ഇവിടെ ഒന്നും കിളുത്തൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ തുറന്ന് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പേര്, തമിഴ്നാട് ഫോറസ്റ്റ് വാട്ടർഫോൾസ് എന്നാണെന്ന് എഴുതി. ഫുള്ളായിട്ട് വായിച്ചില്ല. അങ്ങനെ ഇപ്പം ഞങ്ങൾ അതിനകത്തൂടെ കയറി. അവിടെ കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെയാണ് അവിടെ നിന്ന് എടുത്തത്. അതൊക്കെ ഇനി കണ്ടു നോക്കാം നമുക്ക്. നിറച്ച് ടൂറിസ്റ്റുകളാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അധികം ആളുകളാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം കണ്ട് ഞങ്ങൾ നേരെ പോരുവാണ്. അവിടുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ പോരുവാണ് ചെയ്തത്. ഇറങ്ങാനൊന്നും പറ്റത്തില്ല, അവിടെ നിന്ന് ജസ്റ്റ് കാണാൻ മാത്രമേ ഉള്ളൂ. ഇറങ്ങാനൊക്കെ അവർ ഫുള്ള് കമ്പി വേലി വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്.
ഇതേ ഞങ്ങൾ മൈസൂരിൻ്റെ ഊട്ടിയിൽ നിന്നും കർണാടക ബോർഡിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങളിത് മൈസൂർ എത്തിയിട്ടുണ്ട്. മൈസൂരിൽ എത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാല് കുത്താനിടയില്ലാത്ത പോലെ ആളായിരുന്നു. അതുകാരണം ഞങ്ങൾ അകത്ത് കയറിയില്ല. പുറത്ത് നടന്ന് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടതേ ഉള്ളൂ. കാരണം അകത്തോട്ട് കയറണമെങ്കിൽ ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു. കാരണം പുറത്തു നിന്നുള്ള അകത്ത് കയറിയിട്ട് ഉള്ളിലോട്ട് ഞങ്ങൾ കയറിയില്ല. അപ്പോൾ ഭയങ്കര പിന്നെ ക്യൂ ആയിരുന്ന കാരണം ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല. അവിടെ നിന്ന് ചുറ്റും നടന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതേ ഉള്ളൂ. ഇത് മൈസൂർ പാലസാണ്. പിന്നെ അടുത്ത പ്രാവശ്യം ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ അകത്ത് കയറി കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മൈസൂർ പാലസിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ വൃന്ദാവൻ ഗാർഡൻ കാണാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്കിനി നേരെ അവിടെ ചെന്നിട്ട് കാണാം. ഇതേ ഞങ്ങൾ വൃന്ദാവൻ ഗാർഡനിൻ്റെ അടുത്തോട്ട് എടുക്കാനായിട്ടുണ്ട്. അപ്പം ഇതേ രണ്ട് സൈഡിൽ നിറയെ കടകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെ ഇച്ചിരി വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് പിന്നെ ഗൂഗിൾ പേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ക്യാഷ് തന്നെ കൊടുക്കണം. ഇവിടെ വന്നപ്പോൾ മെയിനായിട്ട് കണ്ടത് ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഇവരിങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ചൊക്കെ വിടുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അപ്പുറത്തെ സൈഡ് വഴി അകത്തോട്ട് കയറി. അപ്പോൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അവിടെയും ഭയങ്കര ആളാണ്. ഇതാണ് വൃന്ദാവൻ ഗാർഡൻ്റെ അകത്തെ പിന്നെ വ്യൂ ആണ്. അതുപോലെ തന്നെ സൈഡിൽ ഇവർക്ക് പിന്നെ ലൈറ്റിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അത് പക്ഷേ മെയിൻ്റനൻസിലായതാണ്. അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാഴ്ചകളെല്ലാം അവിടെ കണ്ടു. നല്ല രസമാണ് ഇതിനകത്തും കയറി കാണാനായിട്ട്. അതൊക്കെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ പോകുന്നത്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ലൈറ്റ്നെസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇനി ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്കാണ്. ബാംഗ്ലൂരിൽ ചെന്നിട്ട് നാളെ രാവിലെ ഉള്ള കാഴ്ചകൾ ബാക്കിയാണ്. ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ബസ്സിൽ കിട്ടുന്നു. അതിനുശേഷം ഞങ്ങൾ രാവിലെ ബാംഗ്ലൂർ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടെ നിന്ന് കൂടുതൽ സാധനങ്ങളൊന്നും മേടിച്ചില്ല. എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. അതൊക്കെ നല്ല അങ്ങനെ ഞങ്ങൾ എല്ലായിടവും ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് 2-3 മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെല്ലാം പോയി. ചിലയിടത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര റഷാണ് അവിടെ. സ്കൂട്ടർ വരെ ഇങ്ങനെ മുട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒരു 4-5 മണിയോടുകൂടി വീട്ടിൽ തിരിച്ചു വന്നു.
മാല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ, ചെറിയൊരു മാല അങ്ങനെയുള്ള ചെറിയ ഐറ്റം മാത്രമേ മേടിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ 4 മണിയോടുകൂടി റൂമിലെത്തി. അതിനുശേഷം പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇവിടെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഗുഹ പോലത്തെ ഇതിനകത്തോട് കയറുന്നത് എടുക്കാൻ പറ്റാതെയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്താണ് കറക്റ്റായിട്ട് അത് എടുത്തത്. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.